ഗൾഫിൽ ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള ഒന്നല്ല ഒന്നിലധികം ബിസിനസ്സുകൾ, പക്ഷെ അതിൽ ഒന്നിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന പേരിൽ, ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന പേരിൽ ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണത്രേ PK ഫിറോസ്. കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം 5.25 ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്, ശമ്പളമായിട്ട് കിട്ടുന്നത്. 5.25 ലക്ഷം ഇന്ത്യൻ രൂപ. അപ്പൊ ഇത് അന്വേഷിച്ചു പോയി നോക്കുമ്പോൾ ജോലിക്കാരൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. മുണ്ടു മുതൽ കുന്നിൻ മുകളിലെ ഭൂമി വരെ തൊട്ടതെല്ലാം തോണ്ടുന്ന അഴിമതിയുടെ ചാന്ദ്രപ്രഭ. ധോത്തി ചലഞ്ചും വിദേശത്തെ ഷെയറുമായി അഴിമതിയുടെ അറമാദം. PK ഫിറോസിന്റെ ഫോർച്യൂണുകൾ സഹോദരന്റെ ദുഷ്ചെയ്തിയിൽ ഉഴുതുമറിഞ്ഞതുപോലെ ഉരുണ്ടുമാറിയതുപോലെയാകില്ല. ഖുർആൻ ഉയർത്തി KT ജലീൽ പറഞ്ഞത് ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു പൊതുപ്രവർത്തകന്റെ വെല്ലുവിളി മാത്രമല്ല, തെളിവുകളും തെളിമയാർന്ന രേഖകളും കാട്ടിയാണ്. തീരുന്നില്ല UDFിലെ യൂത്തന്മാരുടെ ചെയ്തികൾ. അശ്ലീല സന്ദേശം മുതൽ ഗർഭചിത്രം വരെ വരുത്തിയ ഡാമേജിന് പിന്നാലെ KPCCയുടെ വക സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും വരെ ഏൽപ്പിക്കുന്ന യമണ്ടൻ പണി. ഇത്തവണ മുട്ടയിലല്ല, ഒറിജിനൽ ബീഡിയിലാണ് കൂടോത്ര ബോംബ് പൊതിഞ്ഞു നൽകിയത്. വെട്ടിക്കിളിക്കൂട്ടം അതിരുവിട്ട് അന്യായം തീർക്കുന്നത് പലതവണ പലരും പറഞ്ഞതാണ് കോൺഗ്രസിനോട്. പക്ഷേ അന്നൊക്കെ അരുതാത്തിടത്തെ ആൽവളർച്ച പോലെ ആസ്വദിച്ചു. പക്ഷേ ഇപ്പോൾ പണി കിട്ടി. വിളറിയ മുഖത്തോടെ KPCC പ്രസിഡന്റിന് സോഷ്യൽ മീഡിയയിലെ കൈകടത്തലുകൾ പൊള്ളുന്നതെന്ന് സമ്മതിക്കേണ്ടി വന്നു. തൃത്താലക്കാരന് താലം നൽകാതെ പടിയടച്ച് പിണ്ടം വെച്ചു. മറുവശം നോക്കി ഒന്ന് ആലോചിക്കേണ്ടത് ഇവിടെയാണ്. നെഞ്ചോടടുക്കി പിടിച്ച പൊതിച്ചോറും ചലഞ്ചുമായി വയറെരിയുന്നവൻ്റെ കണ്ണീർ തുടച്ച് വാഗ്ദാനത്തിനപ്പുറം ദുരന്തബാധിതർക്ക് പാർപ്പിടമൊരുക്കുന്ന ഇടത് യുവത അപരൻ്റെ വാക്കുകളെ സംഗീതമാക്കുന്നു. വലത് യുവതയാകട്ടെ ദുരിതബാധിതർക്കുള്ള ഫണ്ട് കടത്തലും മുണ്ട് വിവാദവും അനധികൃത സ്വത്ത് സമ്പാദനവും ഡിജിറ്റൽ കെടുതികളും അനാശാസ്യവുമായി UDFിനെ കുടുക്കുന്നു. യുവകോമളന്മാർ തീർക്കുന്ന പ്രതിസന്ധികളിൽ കൂടുതൽ ഉലയുകയാണോ UDF? തല്ലിക്കൊടുക്കേണ്ടതും ചൊല്ലിക്കൊടുക്കേണ്ടതും ചെയ്യാത്തതോ, കൊമ്പൻ പോയ വഴിയോ മോഴകൾക്ക് ബലമാകുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: VPP മുസ്തഫ, CPIM നേതാവ്; NK അബ്ദുൽ അസീസ്, INL; മുതിർന്ന മാധ്യമപ്രവർത്തകനും നിഷ്പക്ഷ നിരീക്ഷകനുമായ ജോർജ് പൊടിപാറ. ആദ്യം ശ്രീ ജോർജ് പൊടിപാറയിലേക്ക് തന്നെ. ശ്രീ ജോർജ് പൊടിപാറ, അങ്ങേ ഒരു മാധ്യമപ്രവർത്തകനും നിഷ്പക്ഷ നിരീക്ഷകനുമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ വിഷയം ഇപ്പോൾ UDFിലെ യുവത മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ, ഇത് വരുത്തുന്ന പരുക്ക് നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശേഷം തുടർച്ചയായി എത്തുന്നതാണിത്. ഈ പരുക്കിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി വിലയിരുത്താനും വിവക്ഷിക്കാനുമാകുന്നത്? സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക അപവാദ സംഭവങ്ങളിൽ ആരോപണ വിധേയനാകുന്നു. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുക്കുന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കുന്നു. അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. നിയമസഭാ അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി UDF നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത്രയും നടപടികൾ UDF എടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ആ രാജി കാര്യത്തിൽ ഇപ്പോഴും പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല.
സ്വാഭാവികമായിട്ടും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ UDF-നെ, അതുപോലെ തന്നെ കോൺഗ്രസിനെ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും UDF സംവിധാനത്തെയും ആകപ്പാടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞാൽ ആകാത്തത് കൊണ്ട് തന്നെ ഉണ്ട് എന്ന് പറയുന്നതാണ് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അത് ആ പ്രസ്ഥാനത്തെ മൊത്തത്തിൽ, ആ സംവിധാനത്തെ മൊത്തത്തിൽ അത് വല്ലാത്തൊരു പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു ഷോക്ക് ആയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ താങ്കൾ അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ആരോപണമൊന്നുമല്ല. ഒരുപാട് നേതാക്കൾ ഇത്തരം ലൈംഗിക അപവാദത്തിൽ പെട്ടിട്ടുണ്ട്. ജൂലിയസ് സീസർ പോലും, അല്ലെങ്കിൽ അന്ന് നമുക്കറിയാം ക്ലിയോപാട്രയുടെ മൂക്കിന് അല്പം നീളം കുറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് ഷേക്സ്പിയർ അങ്ങനെ ഒരു പറച്ചിൽ തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും രാഷ്ട്രീയ നേതാക്കള് അല്ലെങ്കിൽ ഭരണകർത്താക്കളൊക്കെ ഈ പറഞ്ഞ അപവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അപവാദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഇത് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ പക്ഷെ ഇതുവരെ കൃത്യമായിട്ട് ആരോപണം അല്ലാതെ അതിനപ്പുറത്ത് തെളിവുകളുമായിട്ട് ആരെങ്കിലും പരാതിപ്പെടുകയോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ എത്തുകയോ കോടതിയിൽ എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള ശബ്ദരേഖ പുറത്തു വന്നു. പക്ഷെ അതിന്റെ ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ, പക്ഷെ അതിലെ സ്വരം തൻ്റേതല്ല എന്ന് അദ്ദേഹം തൻ്റെ ഇടത്തോടെ രംഗത്ത് വന്നിട്ടില്ല. അത് മറ്റൊരു വശം. ആരോപണ ഈ ഈ ആരോപിക്കപ്പെടുന്ന കക്ഷി ആവട്ടെ ഇതുവരെ അല്ലെങ്കിൽ ഇങ്ങനെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിയും ഇതുവരെ പോലീസിന്റെ മുമ്പിലോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലോ പൊതുസമൂഹത്തിന്റെ മുമ്പിലോ എത്തിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ താങ്കളുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ യുവത കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് പാർട്ടിയിലായാലും, ഇതിനു മുമ്പ് ഇപ്പോ CPM-ലും കോൺഗ്രസിൽ മാത്രമൊന്നും അല്ലല്ലോ ഇത് ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രമുഖരായ നേതാക്കളുടെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം. അതൊന്നും ഇതുപോലെ ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കറിയാം മന്ത്രിമാരുൾപ്പെടെ പലരും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതുപോലെ തന്നെ നേതാക്കൾ ആരോപണ വിധേയരായിട്ടുണ്ട്. അതിലൊരു നേതാവ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പദവി, അതായത് ചില പദവി അദ്ദേഹം ഇപ്പോഴും അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് എന്നുള്ളൊരു നേതാവ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഒരു വിഷയം ഏത് പാർട്ടിയുടെ നേർക്കുണ്ടായാലും അല്ലെങ്കിൽ ഏത് പാർട്ടി ഉൾപ്പെട്ടാലും സ്വാഭാവികമായിട്ടും അവർ ഡിഫൻസിലാകും എന്നുള്ളതൊരു വസ്തുതയാണ്. താൽക്കാലികമായിട്ടെങ്കിലും അത് ഏൽപ്പിക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. ആ ഷോക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ ഈ ചർച്ചകളിലേക്ക് ആ സംഘടനയെ പ്രതിനിധീകരിച്ച ആളുകൾ വരാതാവുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി അയക്കുന്നില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല. അവർ മാത്രമല്ല, പലപ്പോഴും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് CPM അടക്കം ചർച്ചകളിലേക്ക് ആളുകളെ വിടാതെ സഹയാത്രികരൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പാർട്ടിക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഈ രീതിയിൽ യുവ നേതാക്കളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന, അത് ഫിറോസിന്റെ പേരിലായാലും മാങ്കൂട്ടത്തിന്റെ പേരിലായാലും ഇനി ആരുടെ പേരിലായാലും ഇത്തരം ആരോപണങ്ങൾ ആ ബന്ധപ്പെട്ട പാർട്ടിയെയും മുന്നണിയെയും ഒട്ടൊക്കെ പ്രതിരോധത്തിലാക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ ബീഹാറും BD-യുമായിട്ട് ബന്ധപ്പെട്ട അതൊന്നും സത്യത്തിൽ അത് ബീഹാറിലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും ചേർന്ന് വോട്ടർ അധികാർ യാത്ര സംഘടിപ്പിച്ച് വല്ലാത്തൊരോളം ബീഹാറിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങേയറ്റത്ത് കേരളത്തിലെ KPCC-യുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ അതിനകത്ത് എക്സ് പോസ്റ്റിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നത് നോട്ടക്കുറവാണ്, ജാഗ്രത കുറവാണ്. പക്ഷെ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല ഉണ്ടാവില്ല. ഒരുപക്ഷെ VT ബൽറാം, അതിന്റെ ചുമതലയുള്ള VT ബൽറാം അദ്ദേഹത്തിന്റെ പതിവ് പ്രാസമൊക്കെ ഒപ്പിച്ചുള്ള ഒരു പ്രയോഗം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്രത്തോളം കുഴപ്പമുണ്ടാകുന്നു, പ്രമാദമാകുന്നു, ഇത്രയും വലിയ വിഷയമായി മാറുമെന്ന്, ഒരുപക്ഷെ അങ്ങ് അറ്റത്തുള്ളൊരു കേസല്ലേ, അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന്, BJP അത് വലിയൊരു ഇഷ്യൂ ആയി ഉപയോഗിക്കുന്നുവെന്നും VT ബൽറാം വിചാരിച്ചു കാണില്ല. ഏതായാലും കേരളത്തിലെ KPCC ചെയ്യാവുന്ന കാര്യം ചെയ്തു. അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ പോസ്റ്റ് പിൻവലിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. മാത്രമല്ല, അതിന്റെ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ VT ബൽറാം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു.
ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇതോടുകൂടി ഇനി ഇതിനപ്പുറത്ത് KPCCക്ക് അതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ഇനിയും കൂടുതൽ അദ്ദേഹത്തെ പലരും ചോദിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹം ആ ചുമതല ഒഴിഞ്ഞു തെറ്റാണ് പറ്റിപ്പോയത് എന്ന് പറയുന്നു. ഇത്രയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതൊരു ഒരു 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 കമന്റായിട്ട് അടിച്ചു. പക്ഷെ അത് തിരിച്ചടിച്ചു. ചില സമയത്ത് ബൂമറാങ് പോലെ ചിലതൊക്കെ വന്ന് ഉപയോഗിക്കുന്നവന്റെ തലയിലേക്ക് തന്നെ വരൂ എന്നാണല്ലോ വെപ്പ്. ചിലത് അങ്ങനെ തിരിച്ചു വന്ന് സ്വന്തം നെഞ്ചിലേക്ക് തന്നെ വന്ന് കയറി. അത്രയേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് വേറെ വലിയ സംഭവം, അതായത് ഒന്നും അതിനകത്ത് ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പമായിട്ടൊന്നും അതിനെ എടുത്ത് ചിത്രീകരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റുപറ്റി KPCC അത് ഏറ്റെടുത്തു, തിരുത്തി, അതിന് ഉത്തരവാദിയായ ആ സ്ഥാനത്ത് ശരി. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ തിരിച്ചെത്താം. ഞാൻ VPP മുസ്തഫയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഇത് തിരിച്ചടിയായില്ലെന്ന് പറയാനാവില്ല. കാരണം ബീഹാർ ഉപമുഖ്യമന്ത്രി വരെ BJP വരെ അതിനെ കൃത്യമായി ഇന്ത്യ മുന്നണിക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ നടത്തിയ യാത്രയ്ക്കൊക്കെ എതിരായി ഉള്ള തരംഗമാക്കി ഉപയോഗിക്കുകയാണ്. അതിന് KPCCയുടെ വക സമ്മാനമായി അത് നൽകി എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അത് ഇങ്ങനെ പിൻവലിച്ചത് കൊണ്ടോ മാപ്പ് പറഞ്ഞത് കൊണ്ടോ തീരില്ല. എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് പരിശോധിക്കപ്പെടണം. പിന്നീട് ക്ലിയോപാട്ര മുതൽ ക്ലീനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളിലെ ആരോപണങ്ങൾ പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. കാരണം ഓഡിയോ അടക്കം പുറത്തു വന്നതാണ്. അതിൽ മറ്റൊരു സംശയം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അത് അയാൾ പോലും നിഷേധിച്ചിട്ടില്ല പൂർണ്ണമായി. ഇങ്ങനെയൊക്കെയുള്ള വശം അവിടെ ഉണ്ട്. ഞാൻ തിരിച്ചെത്താം നമുക്ക് ചർച്ചയുടെ വഴിയെ. ശ്രീ VPP മുസ്തഫ, ഇങ്ങനെ യുവത തെറ്റ് ചെയ്താൽ അത് തിരുത്തി മുമ്പോട്ട് പോവുകയല്ലാതെ ഒരു മുതിർന്ന സംഘടനയ്ക്ക്, മാതൃസംഘടനയ്ക്ക് പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ഈ എന്താണ് PK ഫിറോസിൻ്റെയും ഇപ്പോൾ VT ബൽറാം അല്ലെങ്കിൽ KPCCയും ഒക്കെ കാണിച്ച അബദ്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായി ജനറലൈസ് ചെയ്ത് ഇതിനെ പറയാനാകുമോ? എല്ലാവരും ചെയ്യുന്നു, അതുപോലെ ഇവിടെയുമുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്, ഈ അർത്ഥത്തിൽ മാത്രം കാണാവുന്നതാണോ ഈ രണ്ട് വിഷയങ്ങൾ, യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ അവരുടെ മാതൃസംഘടനകൾക്ക് അല്ലെങ്കിൽ പൊതുവിൽ അവരുടെ മുന്നണിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം? അജിംഷാദെ, വളരെ ഗൗരവപൂർവമുള്ള ഒരു വിഷയമാണ് ഇന്ന് കൈരളി ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം എന്നൊരു നിലപാട് കൈരളി ചാനലിനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള ആർജവം ഈ ചാനൽ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ മറ്റ് ചാനലുകളൊന്നും ഇങ്ങനെ ഒരു വിഷയം മുന്നോട്ട് ചർച്ചയ്ക്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതായിട്ട് പോലും അങ്ങനെ ആരും തയ്യാറായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കൈരളി അങ്ങനെ എടുക്കുന്നത്? കൈരളിക്കൊരു നിലപാടുള്ളത് കൊണ്ടാണ്, കൈരളിക്കൊരു ആദർശത്തിന്റെ പിൻബലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അത് ആ വിഷയം എന്താണ്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുജീവിതം, അതിനൊരു ധാർമ്മികതയുടെ പിൻബലം ഉണ്ടാകണം, അതിനൊരു ആദർശാത്മകത ഉണ്ടാകണം. അത് പുതിയ കാലമല്ലേ, ഇത് ന്യൂ ജനറേഷന്റെ കാലമല്ലേ? അതുകൊണ്ട് പഴയതുപോലെ ആദർശം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ എല്ലാറ്റിനെയും പൊതുവൽക്കരിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. ദൗർഭാഗ്യവശാൽ ഇവിടെ അജിംഷാദ് തന്നെ സൂചിപ്പിച്ച ധാരാളം വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവമുള്ള ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രമിച്ചത് അങ്ങനെ എല്ലാം കണക്കന്നെ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം കണക്കല്ലല്ലോ സർ. നമ്മൾ ഈ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമുക്ക് ഒരേ ത്രാസിലിടാൻ വേണ്ടി കഴിയുമോ? അപ്പുറത്തും ആരോപണം വരുന്നില്ലേ, ഇപ്പുറത്തും ആരോപണം വരുന്നില്ലേ? അപ്പുറത്തും അഴിമതിക്കാരില്ലേ, ഇപ്പുറത്തും അഴിമതിക്കാരില്ലേ? അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ തന്നെ, എല്ലാ പാർട്ടിയും ഒരുപോലെ, ആര് ഭരിച്ചിട്ടും ഒരു ഗുണവുമില്ല എന്നൊക്കെ പറയുന്ന പൊതുവൽക്കരണത്തിന്റെ കൂടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയുമോ? ഇല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ അനുഭവമല്ലേ. ഇപ്പൊ ജോർജ് പടിപ്പാറ പറയുന്ന പോലെ ഇലക്ടറൽ ബോണ്ട് വലിയ വിവാദം വന്നല്ലോ. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഭരണകക്ഷി ഉൾപ്പെടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ വലതുപക്ഷ പാർട്ടികളും അതിൽപ്പെട്ടു. പക്ഷെ ശ്രീ ജോർജ് പടിപ്പാറ ഒരൊറ്റ ഇടതുപക്ഷ പാർട്ടിയും ഇലക്ടറൽ ബോണ്ട് വാങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഔപചാരിക അഴിമതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിച്ച ആ സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കിയത് ശ്രീ സീതാറാം യെച്ചൂരി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. ജോർജ് പടിപ്പാറയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അദ്ദേഹം സജീവമായിട്ട് മാധ്യമ പ്രവർത്തന കാലത്ത് ഉണ്ടായിരുന്ന 90-കളിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ധാരാളം അഴിമതി വിവാദങ്ങൾ, ഓഹരി കുംഭകോണം, മറ്റേ ഹർഷത് മേത്തയുടെ ഉൾപ്പെടെയുള്ള സംഗതികൾ ഓർമ്മിക്കല്ലോ. അന്ന് പിടിക്കപ്പെട്ട ഡയറികൾ,
ആ ഡയറികളിൽ രാജ്യത്തെ മിക്കവാറും അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസും അന്നത്തെ പ്രതിപക്ഷമായ BJPയും ഉൾപ്പെടെ മിക്കവാറും വലതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതാക്കളുടെ ചുരുക്കപ്പേരുകൾ ഉണ്ടായിരുന്നു അന്ന് ഈ ഓഹരി കുംഭകോണത്തിൽ പിടിക്കപ്പെട്ട ഡയറികളിൽ. പക്ഷെ ഒരൊറ്റ ഇടതുപക്ഷ നേതാവിന്റെ പേരും അന്നും ഉണ്ടായിരുന്നില്ല, ശ്രീ ജോർജ് പടിപ്പാറ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം കണക്കല്ലേ എന്ന് വരുത്തി തീർക്കരുത്. നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് തന്നെ മൂർത്തമായിട്ട് തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള വിഷയം എന്താ? വളരെ ഗൗരവമായിട്ടുള്ള സംഗതികളല്ലേ വരുന്നത്. കേരളത്തിലെ UDF ഇപ്പൊ വലത് ഭരണം പോലും ഇല്ല. 10 വർഷമായി അവർ പ്രതിപക്ഷത്തിരിക്കുക. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന UDFന്റെ ഏറ്റവും പ്രബലമായ 2 യുവജന സംഘടനകൾ വലിയ നിലയിൽ അഴിമതിക്കാരും തെറ്റുകാരും അബദ്ധസഞ്ചാരക്കാരും നമ്മുടെ ധാർമ്മികതയ്ക്ക് ആദർശാത്മകത ഉള്ള ഒരു പൊതുജീവിതത്തിന് പറ്റാത്തവരുമായിട്ട് മാറുകയല്ലേ. അവരെയാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളും അതിന്റെ നേതാക്കളും എല്ലാം കൊണ്ട് നടക്കുന്നത് എന്നുകൂടി കാണണ്ടേ. അത്തരമൊരു സാഹചര്യത്തിൽ അവരിങ്ങനെ ഉടുമുണ്ടഴിഞ്ഞ വിധത്തിൽ നഗ്നരാക്കപ്പെട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരെയും പരാതി വന്നിട്ടില്ലേ, ഇതൊക്കെ ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞ് സമീകരിക്കാൻ വേണ്ടി കഴിയുമോ? ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാലോ, നിങ്ങൾ നോക്കും, ബീഹാർ മാത്രമല്ലല്ലോ ഒരു സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ലല്ലോ അത്. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താ? വലിയ നിലയിലാണ് മോഡി സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉയർന്നു വന്നിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ഇന്ത്യ കൂട്ടായ്മ ശക്തമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ഇടപെടൽ നടത്തിയപ്പോൾ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനും മതനിരപേക്ഷതയെ സംരക്ഷിക്കാനും ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഇതുപോലെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആശയാടിത്തറയിൽ ഇന്ത്യ കൂട്ടായ്മ വന്നപ്പോൾ BJP പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല, അവര് പ്രതീക്ഷിച്ച സീറ്റിലേക്ക് എത്തിയില്ല, വലിയ തിരിച്ചടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോ ഹരിയാനയിലെയും രാജസ്ഥാനിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചിത്രം മാറി. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ കൂട്ടായ്മ വീണ്ടും ശക്തിപ്പെട്ടു വരണം. അതിനുശേഷം ആം ആദ്മി പാർട്ടി എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്, തൃണമൂൽ കോൺഗ്രസ് എടുത്ത നിലപാട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി രാജ്യത്ത് ഇപ്പോഴുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ മോഡി ഭരണത്തിന് ഷോക്ക് കൊടുക്കണം. BJPയുടെയും RSSന്റെയും കടുത്ത വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ഒരു പൊതു മുന്നേറ്റം ഉണ്ടാകണം. അതിനുള്ള കളം ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങി വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന നീക്കങ്ങൾക്കെതിരായിട്ട് രാജ്യത്തുടനീളം ഒരു പൊതുവികാരം ഉയർന്നു വന്നു. തൊഴിലാളികളും കർഷകരും സാധാരണ ജനവിഭാഗങ്ങളും എല്ലാം വലിയ നിലയിൽ ഉണർന്നു കഴിഞ്ഞു. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ശരി ശ്രീ VP മുസ്തഫ, ഞാൻ തിരിച്ചെത്താം. ശരിയാണോ? ഞാൻ തിരിച്ചെത്താം ശ്രീ VP. ശ്രീ NK അബ്ദുൽ അസീസ്, അതായത് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവിനെതിരെ, യൂത്ത് ലീഗ് നേതാവിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ KT ജലീൽ ഉയർത്തിയത്, അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വന്തം വീട്ടിൽ ഒരു മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരാൾ ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിൻ്റെ നിയമപരമായ പ്രതിരോധം ഒരു പൗരൻ എന്ന നിലയിൽ പോലും അനിവാര്യമായ കടമയായി അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ടായിട്ട് അദ്ദേഹം അത് ചെയ്തില്ല. ശരിയാണ്, സഹോദരൻ്റെ പ്രവൃത്തിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൗരൻ എന്ന നിലയിൽ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ടായിരുന്നു, അത് ചെയ്തില്ല. രണ്ടാമതാണ് ഇപ്പോൾ ഗുരുതരവും ഗൗരവവുമായ ആരോപണങ്ങൾ എത്തുന്നത്. ഇന്ന് KT ജലീൽ ഉയർത്തി, അതും മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച അന്തിമ വാക്കായി കരുതുന്ന ഖുർആൻ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ചോദിച്ചത് ചില ചോദ്യങ്ങൾ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗിനോ യൂത്ത് ലീഗിനോ PK ഫിറോസിനോ ആകുമോ താങ്കളുടെ പരിപ്രേക്ഷ്യത്തിൽ? എന്തെന്നാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകമോ അതല്ലെങ്കിൽ ഈ അടുത്ത കാലം ശ്രീ NK അബ്ദുൽ അസീസ്, താങ്കൾ പറയുന്നുണ്ടോ? താങ്കൾ പറയുന്ന വാക്കുകൾ ഇവിടെ എത്തുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പൊടിപാറ,
ഇവിടെ ഉയരുന്ന ചില ധാർമ്മികമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള യുവതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. നമുക്ക് ഓരോ വിഷയത്തിലേക്കും ആഴത്തിൽ പോയാൽ ഇപ്പോൾ യൂത്ത് ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് 5.5 ലക്ഷം രൂപ അയാൾക്ക് ശമ്പളമായി എത്തുന്നത്? എങ്ങനെയാണ് ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ ഗൾഫിലെ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് KT ജലീൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ബോധ്യമാകുന്ന അഴിമതിയുടെ വശങ്ങളില്ലേ? ശരിയായിരിക്കാം, കുറ്റാരോപിതനാണിപ്പോൾ, അല്ലെങ്കിൽ അത് കോടതിയിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ പറയുന്നിരിക്കാം. പക്ഷേ ഒരു പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ, എത്തിക്സ്. തീർച്ചയായിട്ടും താങ്കൾ ആ പറയുന്ന പോയിന്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു ധാർമ്മികത സ്വന്തം ജീവിതത്തിൽ, സ്വന്തം പ്രവർത്തനങ്ങളിൽ, വ്യക്തി ജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും ഒരു ധാർമ്മികത പുലർത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു കേവലം ഒരു ഇൻഡിവിജ്വലായിട്ട് അവരെ കാണാൻ പറ്റില്ല. മറ്റു പലരും ജീവിതത്തിൽ ചെയ്യുന്ന പണം ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ പ്രശസ്തി ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കില്ല. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ഭാഗമായിട്ട് അതിന്റെ ഭാരവാഹിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സത്യസന്ധത മാത്രമല്ല, സത്യസന്ധരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ബാധ്യസ്ഥരാണ്. ആ സത്യസന്ധത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജീവിതത്തിൽ അഴിമതി നടത്താതെ കഴിയുന്നത്ര അഴിമതിയിൽ നിന്ന് മാറി നിൽക്കുക, അഴിമതി ആയിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സെക്സ് സ്കാൻഡൽസ് ഉയരാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. ഇതിങ്ങനെ അവർക്ക് ഒരുപാട് ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. DYFIയുടെ ആയാലും യൂത്ത് കോൺഗ്രസിന്റെ ആയാലും KSUവിന്റെ ആയാലും അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഏത് യുവജന സംഘടനയുടെ നേതാക്കളായാലും അവരെല്ലാം ഈ പൊതുസമൂഹത്തിന്റെ ഒരു മൈക്രോസ്കോപ്പ് അതിന്റെ ഇതിലാണ് അവരെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമൂഹം. അത് പല രീതിയിൽ പൊതുജനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, സംവിധാനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിരീക്ഷണ വിധേയമായി കൊണ്ടിരിക്കുകയാണ് അവരുടെ തീർച്ചയായും ഞാൻ അതിൻ്റെ കൂടുതൽ ഷാർപ്പായ വശങ്ങളിലേക്ക് ഞാൻ എത്താം. ശ്രീ പൊടിപ്പാറ, ഞാൻ ശ്രീ NK അബ്ദുൽ അസീസിലേക്ക് തന്നെ ഒന്ന് പോവുകയാണ്. ശ്രീ അബ്ദുൽ അസീസ്, താങ്കൾ പറഞ്ഞത് കേട്ടില്ല ഞങ്ങൾ, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായും PK ഫിറോസിനെതിരെ ഇത് ആദ്യത്തെ ആരോപണമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് രണ്ടാമത്തെ ഘട്ടങ്ങളിലും അദ്ദേഹം പല വിധത്തിലുമുള്ള ആരോപണങ്ങൾ നേരിട്ടു. ഇപ്പോഴിതാ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് KT ജലീൽ വിഷയങ്ങളെ ഉന്നയിക്കുന്നത്. മുണ്ട് വിവാദം എന്താണ്, മീൻസ് ധോത്തി ചലഞ്ച് അടക്കമുള്ളവയിൽ നടത്തി. തീർച്ചയായിട്ടും അതെ, ജലീൽ ശ്രീ KT ജലീൽ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ കൃത്യമായ തെളിവ് സഹിതമുള്ള ആരോപണങ്ങളാണ്. വെറും ആരോപണമായി കാണാൻ കഴിയില്ല, അതിനെ തെളിവ് സഹിതം ഉള്ള ആക്ഷേപങ്ങളുമായാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതുകൊണ്ടൊന്നും അവസാനിച്ചു പോകും മുസ്ലിം ലീഗിനെതിരായ ആരോപണം എന്ന് വിശ്വസിക്കുന്നയാളല്ല ഞാൻ. കാരണം മുസ്ലിം ലീഗിൻ്റെ ചരിത്രവും പാരമ്പര്യവും നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾക്കിടയിൽ ലീഗ് നേതാക്കന്മാർക്കെതിരായെല്ലാം ധാരാളക്കണക്കിന് ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് KT ജലീലാണല്ലോ പത്രസമ്മേളനം നടത്തിയത്. എങ്ങനെയാണ് KT ജലീൽ മുസ്ലിം ലീഗിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്? KT ജലീൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KT ജലീൽ ലീഗിനകത്ത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കലാപത്തിൻ്റെ ഇരകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിക്കണം എന്ന് തീരുമാനിക്കുകയും ആ ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തു. അവിടുത്തെ ഗുജറാത്ത് ഫണ്ട് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയ, ആയിരക്കണക്കിന് ആളുകൾ അനാഥരാക്കപ്പെട്ടു പോയ ഗുജറാത്തിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനും സൗകര്യമൊരുക്കാനും ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയും സ്വകാര്യ വ്യക്തികൾ, നേതാക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ പരാതിയായി KT ജലീൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉന്നയിച്ചു. അതോടൊപ്പം സുനാമി ഫണ്ടും അദ്ദേഹം ഉന്നയിച്ചു. ഈ 2 പ്രധാനപ്പെട്ട ഫണ്ടുകളെക്കുറിച്ച് ജലീൽ ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായും ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലയിൽ ഒരു പ്രസ്ഥാനം നടത്തേണ്ടത് ജലീലിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന അന്വേഷണമാണ്. പകരം ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തത്. അവിടെ അവസാനിച്ചില്ല. അതിനുശേഷം നമുക്ക് ഓർമ്മയുണ്ട്, വടക്കേ ഇന്ത്യയിലെ കത്വ ഉന്നാവ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഫണ്ട് പിരിവ് നടത്തി.
സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ശ്രീ യൂസുഫ് പടനിലം എന്ന് പറയുന്ന പ്രവർത്തകൻ അതിനെതിരായി പരാതി കൊടുത്തു. യൂസുഫ് പടനിലത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അന്വേഷണത്തിൽ വസ്തുതയുണ്ടോ എന്നല്ല പരിശോധിച്ചത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലപ്പുറത്ത് ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വിവാദമാണല്ലോ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗുകാരൻ, ഇസ്മായിൽ എന്ന പേരിലുള്ള മുസ്ലിം ലീഗുകാരൻ, അദ്ദേഹം വലിയ തോതിൽ ക്രമക്കേടും അഴിമതിയും ആളുകളിൽ നിന്ന് പണപ്പിരിവും നടത്തി മുങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തിനെതിരായ അന്വേഷണം എവിടെയും എത്തിയില്ല. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഏറനാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ്റെ സമ്പത്ത് ഈ ഇസ്മായിൽ തട്ടിയെടുത്തു എന്ന ആരോപണമാണ് ഉന്നയിച്ചത്. അതിൽ വസ്തുതയുണ്ടോ എന്നാണല്ലോ ലീഗ് നേതൃത്വം പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെയും ലീഗ് പുറത്താക്കി എന്ന് പറഞ്ഞാൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യമായ സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന സത്യസന്ധരായ ആളുകൾക്ക് ലീഗിൽ സ്ഥാനമില്ല എന്ന് പറയുകയും കള്ളക്കടത്തുകാരും കൊള്ളസംഘക്കാരും അഴിമതിക്കാരുമായ ആളുകളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന കാഴ്ചയാണ് ലീഗിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ നേതാക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ പിരിവ് നടത്താം, ആ പിരിവിന് കണക്ക് പറയേണ്ടതില്ല, അവർക്ക് വിദേശത്തേക്ക് ആ ഫണ്ട് കടത്താം, അങ്ങനെ വിദേശത്ത് അവർക്ക് വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാം, അതിലൂടെ അവർക്ക് എല്ലാ നിലയിലും പാർട്ടിയെയും സമൂഹത്തെയും നിയന്ത്രിക്കാം. നമുക്കറിയാം, ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ശ്രീ PK ഫിറോസ് 5.25 ലക്ഷം ഇന്ത്യൻ ഉറുപ്പിക ശമ്പളം വാങ്ങുന്നു, അല്ലെങ്കിൽ 22,000 ദിർഹം ശമ്പളം വാങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്നത്തെ പുതിയ അറിവ്. അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്കിടയിൽ ഇരിക്കുക. ഇത് KT ജലീൽ തന്നെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. PK ഫിറോസ് എന്ന് പറയുന്ന സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ വിദേശത്ത് അദ്ദേഹത്തിന് ജോലിയുള്ളതിൻ്റെ ID കാർഡാണ് ഈ കാണുന്നത്. ഇത് അദ്ദേഹം തുറന്നു കാണിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് മാത്രമല്ല, വിസ കോപ്പി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ PK ഫിറോസ് എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവ് നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ക്രമക്കേടിൻ്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്താണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിനകത്ത് പറയുന്നത് ഏതാണ്ട് 25 ലക്ഷത്തോളം ഉറുപ്പിക അദ്ദേഹത്തിന് കടമുണ്ട് എന്നാണ്. കടമുള്ള ആളുകളുടെ മുഴുവൻ പേരുകളും അദ്ദേഹം ആ അഫിഡവിറ്റിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള PK ഫിറോസ് എങ്ങനെ കോടികൾ ഉണ്ടാക്കി? അദ്ദേഹത്തിന് പാരമ്പര്യമായി സമ്പത്തുണ്ടായിരുന്നോ? അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള വിദേശയാത്രയും വലിയ തോതിലുള്ള സമ്പത്ത് ആവശ്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. ധോത്തി ചാലഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ. ധോത്തി ചാലഞ്ച് ഏതാണ്ട് 200 ഉറുപ്പിക മാത്രം വിലയുള്ള മുണ്ടാണ് വാങ്ങിയത്. എന്നിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തത് 600 ഉറുപ്പികക്കാണ്. 100 രൂപ യൂത്ത് ലീഗിന് ഫണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 200 രൂപ വിലയുള്ള മുണ്ട് വാങ്ങി 600-ന് വിതരണം ചെയ്താൽ 100 രൂപയാണോ കിട്ടുക? അല്ല. അവശേഷിക്കുന്ന ബാക്കിയുള്ള 300 ഈ പറയുന്ന PK ഫിറോസും സംഘവും അടിച്ചു മാറ്റി. ഇതൊക്കെ വിദേശത്തേക്ക് കടത്തി. എന്നിട്ട് വിദേശ യാത്രകളും ടൂറുകളും നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ PK ഫിറോസ് നടത്തിയ വിദേശയാത്ര വിയറ്റ്നാമിലേക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം. എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ വിദേശയാത്ര. വിയറ്റ്നാം എന്ന് പറയുന്നത് ഉംറയ്ക്ക് വേണ്ടി പോകുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശമൊന്നും അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. സാധാരണയായി നിലമ്പൂരിൽ ജയിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ മുസ്ലിം സമുദായം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ മക്കയിലേക്കാണ് പോകേണ്ടത്. ഫിറോസ് പോയത് വിയറ്റ്നാമിലേക്കാണ്. അല്ലേ? എങ്ങനെയാണ് ഈ സംഖ്യ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഇത്തരത്തിൽ ആർഭാട ജീവിതം നയിക്കാൻ കഴിയുന്നത്? ഇതൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ വയനാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം നിലവിലുണ്ടല്ലോ. അക്കാര്യത്തിലും ഫിറോസിനാണല്ലോ പങ്ക്. എന്തുകൊണ്ടാണ് കാലാകാലമായി ഫിറോസിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ മുസ്ലിം ലീഗ് ഒരു അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ഇതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാത്തത്? ആരോപണം ഉന്നയിച്ചയാളെ പുറത്താക്കുന്നതിന് പകരം ജനാധിപത്യവും ധാർമ്മികതയുമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ആരോപണ വിധേയനായ ആളെ പുറത്താക്കുകയാണ് വേണ്ടത്. ആരോപണം ഉന്നയിച്ച ആളുകളെ പുറത്താക്കുകയല്ല. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഇനിയും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലീഗിൻ്റെ ചരിത്രം അതാണ്. കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലീഗിൻ്റെ കാര്യത്തിൽ അഴിമതി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അർഹതയാണ് നേതൃത്വത്തിലേക്ക് എത്താൻ. അഴിമതി എന്നാൽ, കൊള്ള എന്നാൽ, കള്ളപ്പണം എന്നാൽ
പിടിച്ചുപറി എന്നാൽ, ആളുകളുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്നാൽ ലീഗിൻ്റെ നേതൃത്വത്തിലെത്താനുള്ള അർഹതയാണ് എന്ന് ലീഗ് രേഖപ്പെടുത്താതെ നിയമമാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കാല ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലീഗിനെ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നേതൃത്വം മുതൽ താഴെക്കടയിലുള്ളവർ വരെ ആ നിലയിൽ മലീമസമാക്കപ്പെട്ട സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. വി പി മുസ്തഫ, ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോളൂ. ശ്രീ എൻ കെ പറഞ്ഞോളൂ. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം നിഷ്പക്ഷ മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു പല മന്ത്രിമാർക്കെതിരായും മുമ്പൊക്കെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആ മന്ത്രിമാരുടെ ലിസ്റ്റ് അദ്ദേഹത്തിനൊന്ന് പറയാമോ? മാത്രമല്ല, ഈ സമയത്ത് ആരോപണ വിധേയരായ ആളുകൾക്കെതിരായ ആക്ഷേപം എന്താ? ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ഫോൺ സംഭാഷണമോ അതല്ലെങ്കിൽ ശൃംഗാരമോ ആണോ? അല്ല. ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന ആക്ഷേപം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള ആക്ഷേപം നേരത്തെ ആർക്കെതിരായി ഉണ്ടായിട്ടുണ്ട്? ആ ആക്ഷേപം ഉന്നയിച്ചയാളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് MLA സ്ഥാനം രാജിവെക്കാതെ. നേരത്തെ സൂചിപ്പിച്ചല്ലോ ബീഹാറും ബീഡിയും എന്ന സമരസപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റിലൂടെ കോൺഗ്രസിന് വലിയ പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറഞ്ഞു. കോൺഗ്രസിന് പ്രയാസമുണ്ടാകണം, കാരണം ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ BJP വിരുദ്ധ ശക്തികൾക്കുമൊക്കെ ജയിച്ചു വരേണ്ട ഇടമാണ്. അവിടെ ആ തരത്തിൽ അവിടുത്തെ ആ സംസ്ഥാനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ അത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടയാളെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചല്ലോ. ഇത് വലിയ ചെറിയ കുറ്റമാണ് എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ തന്നെ പറഞ്ഞല്ലോ. ആ പോസ്റ്റ് ഇട്ടത് ഒരു ചെറിയ കുറ്റം തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ ആ ചെറിയ കുറ്റം ചെയ്തിട്ടുള്ളയാളെ രാജിവെപ്പിച്ചു സ്ഥാനത്ത് നിന്നോ. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്നും രാജിവെച്ചു എന്ന് പറയുന്നു. ഇത്രയും ഭീകരമായ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടം, നമുക്കറിയാം, അദ്ദേഹം ഗർഭചിത്രത്തെ നിർബന്ധിച്ചു, ആളെ കൊന്നുകളയും എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ്. നാട്ടിൽ എത്ര പെൺകുട്ടികൾ അദ്ദേഹത്തിന് വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് പോലും പുതിയതായി പുറത്തു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കടുത്ത നടപടി എടുക്കുന്നില്ല? അപ്പോൾ ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പരമാവധി സംരക്ഷിക്കുകയും അത്തരം കുറ്റങ്ങൾ ഇല്ലാത്ത താരതമ്യേന മയപ്പെട്ട ആളുകളെയോ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയോ നടപടിക്ക് വിധേയരാക്കുകയും എന്ന UDFന്റെ രീതി ഉണ്ടല്ലോ, അത് പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ ഒരവസരമുണ്ടായി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തീർച്ചയായും. ഞാൻ VPPയിലേക്ക് വരുന്നതിന് ശ്രീ പൊടിപ്പാറ, അത് ശരിയാണ്. കാരണം ഈ സൈബർ ഇടങ്ങളിലെ ഈ വെട്ടിക്കളിക്കൂട്ടത്തെക്കുറിച്ച് നിരവധി തവണ പലരും ഉന്നയിച്ചതാണ്. ശരിയാണ്, രാഷ്ട്രീയമായി പലരും പല വിധത്തിലും ഒരു അന്തം സ്വഭാവമുള്ളവർ പലരുമുണ്ട്. അവർ ഒക്കെ പല കാര്യങ്ങളും ചെയ്തേക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഈ കാര്യങ്ങൾ കണ്ടത് നാം ഉമാ തോമസ് എന്ന വനിതാ MLA നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് ഇത് അടക്കം ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോഴൊന്നും ഈ KPCC നേതൃത്വത്തിന് അനക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും പോലും ബാധിക്കുന്ന തരത്തിലേക്ക് അതെത്തിയപ്പോഴാണ് അതിലേക്ക് വിഷയങ്ങളുണ്ടായത്. അപ്പോൾ ഒരു കൾമിനേഷൻ എങ്ങനെയാണ്, ഒരു പരിണാമം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മടിയിൽ വെച്ച് താലോലിച്ചാൽ അതൊരിക്കൽ വളർന്ന് തൻ്റെ കഴുത്ത് കടിച്ചു കീറുന്ന രക്തരക്ഷസായി മാറും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നുള്ളേണ്ട സ്ഥലത്ത് നുള്ളണമായിരുന്നു, അല്ലേ? അങ്ങനെ കൂടിയില്ലേ ശ്രീ പൊടിപ്പാറ? അജിംഷാദെ, ഞാനിതൊക്കെ പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയാണ്, അതുപോലെയാണോ ഇതുപോലെയാണോ അത് എവിടെ നിൽക്കുന്നു, ഇതെവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കും. അതിപ്പോ രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുസ്തഫയും ചോദിക്കും, അതുപോലെ തന്നെ ശ്രീ അബ്ദുൾ അസീസും ചോദിക്കും. അദ്ദേഹത്തിന്റെ ആവേശം, അബ്ദുൾ അസീസിന്റെ ആവേശമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം ആ മന്ത്രിമാരുടെ ലിസ്റ്റ് പറയണം എന്നൊക്കെയാ പറയുന്നത്. ആ ലിസ്റ്റൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അത് ആ കുറ്റം പോലെയാണോ ഇത്, ഒരു വഞ്ചാര വർത്താനം പറയുന്ന പോലെയാണോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ പറഞ്ഞ രീതിയിൽ അതൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അത് ചില കുറ്റങ്ങളൊക്കെ അതൊക്കെ അതിന്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ അല്ലേ എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയും മറ്റു ചിലരുടെ അതിനകത്ത് എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും ഒന്നിച്ച് കഴിയുന്നവർ
തൊഴിലിടങ്ങളിൽ ഒന്നിച്ചുള്ളവർ, ഒന്നിച്ച് പൊതുപ്രവർത്തനം നടത്തുന്നവർ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ജാഗ്രതാ വീഴ്ചകൾ ഉണ്ടാകാം. ആ വീഴ്ചകൾ തീർച്ചയായും നിയമത്തിൻ്റെ മുന്നിൽ എത്തേണ്ടതാണ്. പക്ഷേ അതുപോലെ ഒരു കാര്യമായി ഇതിനെ കാണാനാകില്ല. ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിന് വരയ്ക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ നോക്കൂ, വിവാഹ വാഗ്ദാനം നൽകി 1 അല്ല 2 അല്ല പേരെ ഗർഭിണിയാക്കുന്നു, എന്നിട്ട് അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നു. അത് വിവാദമല്ല, അത് ആരോപണമല്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നു, ഈ സമയത്തും വന്നിരുന്നു. അതൊക്കെ ഇത്ര കണ്ട് കത്തിപ്പടരുന്ന ഒന്നായി മാറിയിരുന്നില്ല. ഓഡിയോ പുറത്തെത്തിയപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറിയത്. കാരണം അതൊരു ക്രിമിനൽ പ്രവൃത്തിയാണ്, അതൊരു ഒഫൻസാണ്. അതിനെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് പറയരുത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണ്, എൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. അജിംഷാദേ, ഇതിനകത്ത് പ്രശ്നം എന്താ? അതായത് ഇദ്ദേഹത്തിനെതിരെ ആരോപണമായിരുന്നു. അത് ഒരാരോപണമല്ല. ഇപ്പൊ ആദ്യം വന്ന 2020 മുതലുണ്ട്, പല ഡിജിറ്റൽ തെളിവുണ്ട്. അല്ല, 2020 മുതലുണ്ട്. പക്ഷെ ആരോപണങ്ങൾ പൊതുമധ്യത്തിലേക്ക് എത്തിയത് ഇപ്പോൾ മാത്രമാണ്. അത് നമ്മുടെയൊക്കെ മുമ്പിൽ എത്തിയത് ആ സമയത്താണ്. അത് വന്ന ഉടനെ തന്നെ അതിന്റെ ഒരു ഗ്രാവിറ്റി ഉൾക്കൊണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി. അതൊരു ഔദാര്യമല്ല, അത് പാർട്ടി ചെയ്യാൻ ബാധ്യസ്ഥ. അല്ല, പക്ഷെ പുള്ളി ഔദാര്യമാണെന്നാ പറഞ്ഞത്. ശ്രീ മാങ്കൂട്ടം പറഞ്ഞത് എനിക്ക് മേൽ ഒരു സമ്മർദ്ദവും മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോ രണ്ടാമതായിട്ട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിൽ നീക്കി. ഇനി അവശേഷിക്കുന്നത് അദ്ദേഹത്തെ രാജിവെപ്പിക്കുക, നിയമസഭാ അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിക്കുക, അല്ലെങ്കിൽ MLA-ഷിപ്പ് രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്ക് രാഷ്ട്രീയമായ ചില പരിമിതികളുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള കാരണം താങ്കൾക്കും അറിയാം. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് പോകാൻ പാടില്ല എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം ഒരുപക്ഷെ കോൺഗ്രസിനുണ്ടാവാം. CPM പോലും അത് പരോക്ഷമായിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടാകാം. ഞാനതിലേക്ക് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നത്. ഇതാണ് സാഹചര്യം. അല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇതാണ് സാഹചര്യം. ആ സാഹചര്യത്തിൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടി ന്യായീകരിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിനെ പാർട്ടി രക്ഷിച്ചു, പാർട്ടി ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് എത്ര കണ്ട് കഥയുണ്ട്. കഥയുണ്ട് സാർ. ശ്രീ പൊടിപ്പാറ സാർ, കഥയുണ്ട്. ഞാൻ പറയാം. അതിൻ്റെ കാര്യമായി എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, എൻ്റെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളോട് എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു, എവിടെയാണ് അതിൻ്റെ ഒരു രേഖയുണ്ടോ? ഇന്ദിരാഭവനിൽ അങ്ങനെ ഒരു ടൈപ്പ് ഒരു വാക്ക് ചെയ്തിട്ടില്ല. വാക്കാൽ ഓറലിൽ ഒരു നേതാവ് അല്ലെങ്കിൽ അവരുടെ KPCC അധ്യക്ഷൻ പുറത്ത് പറയുന്നതാണോ അതിൻ്റെ കാര്യം? അതിനൊരു രേഖ വേണ്ടേ? നാളെ ഏതെങ്കിലും ഒരു DCCയുടെ ഭാരവാഹി രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പൊതുപരിപാടിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടി പരിപാടിക്ക് വിളിച്ചാൽ അയാളെ എങ്ങനെ വിലക്കാനാകും? എനിക്ക് അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. മാധ്യമ വാർത്തയാണോ പൊതുപ്രവർത്തനം നടത്തുന്നതിൻ്റെ എൻ്റെ ഉത്തരവാദിത്വം എന്ന് അദ്ദേഹത്തിന് ചോദിച്ചുകൂടെ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല. അതാണ് കണ്ണിൽ പൊടിയിടൽ. എത്ര നാളത്തേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, കോൺഗ്രസ് ഭരണഘടനാ ബന്ധിതമായി തന്നെ ഇത്തരത്തിൽ പുറത്താക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ ചിഹ്നം വഴി ലഭിച്ചിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും പോകണം. അതൊന്നും പോയിട്ടില്ല. അത് മാത്രമല്ല, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. CLPയുടെ നേതാവാണല്ലോ ശ്രീ VD സതീശൻ. അദ്ദേഹം ഇരിക്കുമ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച MLA അവിടേക്ക് വരികയാണ്, നിയമസഭാ സമ്മേളനത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനെ എതിർക്കാനാകുന്നില്ല. എന്താണ് അതിലൊക്കെ? അല്ലല്ല, ഓക്കെ, വന്നതിന് ശേഷം നമുക്ക് പറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ താങ്കൾ ഈ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാതെ KPCC അധ്യക്ഷൻ എന്ന് പറയുന്നയാൾ നടത്തിയ ഒരു പരസ്യ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്, പൊതുമണ്ഡലത്തിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജ്യം. അതിന്റെ സാങ്കേതികത്വമൊക്കെ മാറ്റിവെക്കുക. കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ വാർത്താ സമൂഹം എല്ലാം കാര്യം റിപ്പോർട്ട് ചെയ്തു. അത് കേരളം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അത് നടപ്പാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചോദിക്കാം. അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന വാക്കിന് ഒരു അർത്ഥമുണ്ടോ എന്ന് നമുക്ക് അന്ന് ഒരുമിച്ച് നിയമസഭയിൽ വന്നാലും ഇത് സാധുതയല്ലേ? താങ്കൾ ഈ പറഞ്ഞ നിയമസഭയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പാർലമെന്ററി പാർട്ടിയിൽ പുറത്താക്കിയ ആളെങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA എവിടെ എത്തും? അല്ല, അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയുടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ഭാഗം അല്ലാതാക്കിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം അങ്ങനെ വന്നാൽ തടയില്ല എന്ന് സ്പീക്കറും പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അദ്ദേഹം വരുമോ, വന്നാൽ തന്നെ അദ്ദേഹത്തിന് നിയമസഭയിൽ കയറി എന്ന് വാതുറക്കാൻ പറ്റുമോ, അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോകാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് അജിംഷാദിനും അറിയാം, എനിക്കും അറിയാം.
അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ തുടരുന്നതും അദ്ദേഹം ഒരു പരിപാടികളിലൊന്നും പങ്കെടുക്കാത്തതും. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ശബ്ദരേഖ മറ്റു പലരും ഇത്തരം ഘട്ടങ്ങളിൽ പത്രസമ്മേളനം നടത്തുന്നത് ആ ശബ്ദം എന്റേതല്ല. വളരെ കാഷ്വൽ ആയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ കാലത്ത് ഈ കാലത്ത് വേണമെങ്കിൽ ശബ്ദമൊക്കെ അങ്ങനെ ആക്കി എടുക്കാമെന്ന് പറഞ്ഞ ഒരു ദുർബലമായ ഒരു പ്രതിരോധം ഒഴിച്ച് അദ്ദേഹം ഇതുവരെ അത് എന്റെ ശബ്ദമല്ല, ഞാനല്ല ആള് എന്നൊന്നും പറയാത്തിടത്തോളം കാലം നമുക്ക് അദ്ദേഹം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരിധി വരെയെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് കേരള പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു CPM-ലൊന്നും ആരും പറയാത്തതുപോലെ പാർട്ടി തീരുമാനത്തിനപ്പുറത്തേക്ക് പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ അതിനപ്പുറത്ത് ഒന്നും പറയാൻ ആരും തയ്യാറാകാത്തതെന്ന് വ്യത്യസ്തമായിട്ട് ആ വനിതാ നേതാക്കളൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. അതാണ് അപ്പോഴാണ് എനിക്കൊരു സംശയം ഉയരുന്നത് ശ്രീ പൊടിപ്പാറ. അതായത് ഈ വനിതാ നേതാക്കന്മാരൊക്കെ പറഞ്ഞു, ഇതേ വനിതാ നേതാക്കളാണ് അവിടെ ഇരിക്കുന്നത്. അത് വടകരയിൽ നിന്നുള്ളതായാലും തൃക്കാക്കരയിൽ നിന്നുള്ളതായാലും. ഉദാഹരണം ഉമാ തോമസ്, അവർ ഇങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട വ്യക്തി കൂടിയാണ്. അവർ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ പക്ഷത്തുള്ള ഒരു MLA അവിടെ മാറിയാണെങ്കിൽ പോലും ഇരിക്കുന്നതിനെ എങ്ങനെ കാണാനാകും? മുഖത്ത് നോക്കാനാകുമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ? തിരിച്ചും അതൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യുക? അത്രത്തോളം നമുക്ക് പോണോ? അതായത് ആ മനുഷ്യനെ അതിന്റെ പൊതുസമൂഹം അങ്ങേർക്ക് കൊടുക്കേണ്ട ശിക്ഷയും പൊതുമാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ശിക്ഷയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ കൊടുക്കേണ്ട നമ്മളുടെ മുമ്പിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇത്രയൊക്കെ അന്വേഷണം നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പരാതി ലോക്കൽ പോലീസിന്റെ മുമ്പിലോ ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു പരാതിക്കാരി ഇതുവരെ വന്നിട്ടില്ല. ആ വന്ന പരാതികളാവട്ടെ, ഇല്ല, 10 പരാതികളുണ്ട്. പരാതിക്കാരുടെ മൊഴി എടുക്കുന്നുണ്ട്. അതായത് അതിന്റെ പ്രക്രിയയിൽ നടക്കുന്നതാണ്. നമ്മൾ അതിന്റെയും സാങ്കേതികത്വത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട. ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ അല്ല, താങ്കൾ നേരത്തെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തർക്കമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോ PK ഫിറോസോ അതുമല്ല ഇനിയിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പൊതുമണ്ഡലത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന്, പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ യുവജന സംഘടനയോ അതുപോലെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും അതിന്റെ അധികാരവും ഉപയോഗിച്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനർഹിക്കുന്ന ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ആ ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും കുറ്റക്കാരെങ്കിൽ അവർ തീർച്ചയായും അത് ഷാർപ്പായ നിരീക്ഷണമാണ്. പക്ഷേ ഈ തെറ്റുകൾക്കെല്ലാം ദൈവം കൊടുത്തുകൊള്ളും എന്ന് പറഞ്ഞ് ഒരു വൃദ്ധയായ മനുഷ്യൻ പറയുന്നത് പോലെ, ഒരു വൃദ്ധനായ മനുഷ്യൻ പറയുന്നത് പോലെയാണ് എനിക്കതിനെ താരതമ്യപ്പെടുത്താനാണ്. അല്ലല്ല, ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ മാധ്യമ സമൂഹം പലപ്പോഴും പല ആരോപണങ്ങളുടെയും പേരിൽ നമ്പി നാരായണൻ അടക്കമുള്ളവരെ ക്രൂശിച്ചു, കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കാലത്ത് രാജ്യദ്രോഹിയാക്കി, അദ്ദേഹത്തിന്റെ എന്താ പറയാ കുടുംബത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാക്കി, മാധ്യമങ്ങളെല്ലാം മത്സരിച്ച് അപവാദം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ആ മാധ്യമ നാടിനെ ഒറ്റുകൊടുക്കാത്തവർ ജനങ്ങളുടെ കൂക്കുവിളി കാണണം എന്ന് പറഞ്ഞ് K കരുണാകരനെ കരയിച്ച മനുഷ്യരുണ്ട്, അതിലെ പ്രമുഖ നേതാക്കൾ. അന്ന് അതൊരു ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ഭാഗമായി കോൺഗ്രസിനുള്ളിൽ ഉയർത്തിയതാണ്. അതിനാണ് ഇവരൊക്കെ ഇരയായത്. അതുപോട്ടെ ഞാൻ ചോദിക്കുമ്പോൾ താങ്കൾ സാങ്കേതികത്വം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, ഒരു സാങ്കേതികത്വം പറയാൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ ആ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവർ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോപണ വിധേയരെല്ലാവരും തൂക്കിലേറ്റപ്പെടേണ്ട. ശരി, ശ്രീ VPP മുസ്തഫ, അങ്ങനെ ഒരു തെറ്റ് ശരിയാണ്, അത് നിയമത്തിൻ്റെ ഒരു വശമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലോട് രവിക്കെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ കോൺഗ്രസിൽ അച്ചടക്ക നടപടിയുടെ നോട്ടീസ് ഉണ്ടായിരുന്നു. പാലോട് രവിയുടെ വാർത്ത പുറത്തുവിട്ട കോൺഗ്രസ് അംഗത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ അത് അച്ചടിച്ച റെസിപ്റ്റ് നോട്ടീസായി അവിടെ എത്തി. പക്ഷേ ഇത് വാക്കാൽ മാത്രം, ഓറലി മാത്രം ഒതുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന്. പാലോട് രവിക്കില്ലാത്ത എന്ത് ആനുകൂല്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? KPCCക്കുള്ളിലെ കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കന്മാർ പലരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തിട്ടും ആ നിലപാടിലേക്ക് എത്താൻ KPCCക്ക് തയ്യാറാകേണ്ടി വരുന്നില്ല. എന്താണ് അതിൻ്റെ പിന്നിലെ കുട്ടൻസ്? ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുന്ന വശങ്ങളിലൊന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ പൊടിപ്പാറ സൂചിപ്പിച്ചതുപോലെ ഈ അർത്ഥത്തിൽ
ഒരു ധാർമ്മിക വിഷയമായി കുറ്റം തെളിഞ്ഞതിൻ്റെ ശേഷം കാണുന്ന ഒരു സംഭവമാണോ? നമ്മുടെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ ഒരു കൊലപാതകം നടക്കുന്നതും അതിനുള്ള നിയമപ്രക്രിയയും, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അതിൻ്റെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമപ്രക്രിയയും തമ്മിൽ വ്യത്യാസമില്ല ഈ ഡിജിറ്റൽ കാലത്ത്? ശരിയായിരിക്കാം, നിയമ നടപടികൾക്ക് അതിൻ്റേതായ രീതികൾ കാണാം, പക്ഷെ നമ്മൾ കാഴ്ചക്കാരെന്ന നിലയിൽ ധാർമ്മികമായി അവിടെയുള്ള ഉയരുന്ന വശങ്ങളില്ലേ ശ്രീ VP മുസ്തഫ? അതിനെ ഇങ്ങനെ കണ്ടാൽ മതിയോ? ഞാൻ പറഞ്ഞതാണ് എന്താ വെച്ചാൽ, ഇപ്പോ കേരളത്തിലെ UDF വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ അണിചേർന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതൃനിരയാണ് ഇവർ. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, PK ഫിറോസ്, ഇപ്പോ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ട ഇവരെല്ലാം ഏതെങ്കിലും വലിയ നിലയിലുള്ള രാഷ്ട്ര സേവനത്തിന്റെ ഭാഗമായിട്ട് നേതൃനിരയിലേക്ക് വന്നവരല്ല. ഒരു പ്രത്യേക താളത്തിലും ലയത്തിലുമാണ്. ഒന്ന്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിനകത്ത് പേയ്മെന്റ് നടത്തി അതിന്റെ ശക്തി ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു കവറേജ്. രണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പറഞ്ഞ UDFന്റെ ഈ യുവ നേതൃകൂട്ടത്തിന് നൽകുന്ന പ്രിവിലേജ്, ഇത് രണ്ടും ചേർന്ന് ഉയർന്നു വന്ന നേതാക്കളാണ് ഇവർ. അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ പാലോടി രവിക്ക് ഒരു നീതിയും ഈ പറഞ്ഞ നേതാക്കൾക്കെല്ലാം മറ്റൊരു നീതിയും എന്ന മട്ടിൽ കോൺഗ്രസിൽ ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കുന്നത്. അതല്ലെങ്കിൽ പാലോടി രവിക്കെതിരെ എടുത്ത സമീപനം തന്നെ എന്തേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാത്തത്? എന്തേ VT ബൽറാമിനെതിരെ എടുക്കാത്തത്? കാരണം ഇതുപോലെ VT ബൽറാം നടത്തിയതുപോലെ സ്റ്റേറ്റ്മെന്റിലെ കുഴപ്പമാണല്ലോ പാലോടി രവിക്ക് ഉണ്ടായത്. അജിംഷാദെ, വേറെ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടില്ലല്ലോ, സ്റ്റേറ്റ്മെന്റിലെ കുഴപ്പമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പാലോടി രവിയെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തെ വീട്ടിലിരുത്തിയതുപോലെ എന്തേ VT ബൽറാമിനെ ചെയ്യാത്തത്? അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു സാമൂഹിക തലം കൂടി പ്രിയപ്പെട്ട ജോർജ് പടിപ്പാറ നമ്മൾ കാണേണ്ടത്. എങ്ങനെയാണ് ഇവർക്ക് കേരളീയ സമൂഹത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന മാത്രമുള്ള നേതൃപദവിയും അംഗീകാരവും എല്ലാം ലഭിച്ചത്? അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആർജവം കൊണ്ടുണ്ടായതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയകളിലെ ആ പ്ലാറ്റ്ഫോമുകളിലെ പെയ്ഡ് ശക്തിയും അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജുമാണ്. നിങ്ങൾ നോക്കൂ, VT ബൽറാം അദ്ദേഹം ഇപ്പോ MLA പോലും അല്ല, കോൺഗ്രസിന്റെ ഒരു KPCCയുടെ ഭാരവാഹി മാത്രമാണ്. പക്ഷെ അജിംഷാദ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അദ്ദേഹം FBയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഏത് വിഷയത്തെ കുറിച്ചാവട്ടെ, അദ്ദേഹം FBയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മാതൃഭൂമിയിലും മനോരമയിലും ഏഷ്യാനെറ്റിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലും എല്ലാം അത് അപ്പം തന്നെ വാർത്തയാകുന്നു. ഒരു FB പോസ്റ്റ് പോലും വാർത്തയാകുന്നു, തുടർച്ചയായിട്ട് വരുന്നു. എപ്പോഴെങ്കിലും ഒരു പൊതുസംഭവം നടക്കുമ്പോൾ മാത്രമല്ല, വരികയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും എല്ലാം നൽകിയ ഒരു കവറേജ് നോക്കൂ. അവരെക്കാൾ എന്തുകൊണ്ടും കേരളത്തിൽ അംഗീകാരവും ജനപിന്തുണയുമുള്ള പ്രസ്ഥാനങ്ങളല്ലേ DYFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ. ഇന്നുവരെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് രാജ്യസഭാ MP ആയിട്ടുള്ള A റഹീം. അദ്ദേഹം ഒരു വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നുണ്ടോ? DYFIയുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു പോസ്റ്റ് ഇട്ടാൽ, FBയിൽ അവരുടെ വാളിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അവരത് വാർത്തയാക്കുന്നുണ്ടോ? നല്ല സാമൂഹികമായിട്ട് വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പോലും അവർ പ്രതികരിക്കുന്നുണ്ടില്ല. എങ്ങനെയാ DYFIയുടെ നേതാക്കൾ സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിട്ട് മാറിയത്? സമൂഹത്തിൽ അവർക്ക് സ്വീകാര്യത കൈവന്നത് അവർ ആ സംഘടന ഉപയോഗിച്ച് അവരുടെ സംഘടനാ വഴികളിലൂടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഈ പേയ്മെന്റ് ബലത്തിലോ അല്ലെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന, പൊതുമാധ്യമങ്ങൾ നൽകുന്ന പ്രിവിലേജിന്റെയോ ബലത്തിലല്ല. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടതാണ്, PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്ര നഗ്നരാക്കപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരായിട്ടുള്ള തുടർച്ചയായ ചർച്ചയോ വിമർശനമോ സമൂഹത്തിൽ ഇവര് ഇങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്ന ബോധം നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആശയപ്രചരണമോ നടക്കുന്നുണ്ടോ? ഇനി ഈ വാർത്തകൾ തന്നെ ഇന്നിപ്പോ KT ജലീൽ ഉയർത്തിക്കൊണ്ടുവന്ന വളരെ ഗൗരവമായ വാർത്തകൾ ഇന്ന് അത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാനലുകളിൽ ഇന്ന് വൈകുന്നേരം ചർച്ചയായില്ല. ജോർജ് പടിപ്പാറ, നിങ്ങൾ നോക്കൂ, ഓർമ്മയില്ലേ നമുക്ക്, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ CPIMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഓമനക്കുട്ടൻ, അദ്ദേഹം അവിടെ ഓമനക്കുട്ടന്റെ കാര്യം ഒരു തരത്തിലും വ്യക്തതയില്ലാത്ത ഒന്നായിരുന്നു. പക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ഒരാൾ വിളിച്ചു പറയുന്ന ഒരു BJP-ക്കാരൻ, അതാണ് നോക്കണേ, ഒരു BJP-ക്കാരൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ഒരു കള്ള സംഗതി 2 ദിവസം ചർച്ച ചെയ്തില്ലേ? എല്ലാ ചാനലുകളിലും തുടർച്ചയായിട്ട് ചർച്ച ചെയ്തില്ലേ?
എന്ത് കെ ടി ജലീലിന്റെ ഈ വാർത്താ സമ്മേളനത്തിന്റെ ആ സമയത്ത് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ തുടർ പ്രക്ഷേപണം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഇന്നത് ചർച്ചയ്ക്ക് വിഷയമാകുന്നില്ല? അപ്പൊ ഇവിടെയാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രിവിലേജും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ഫലവും ഉപയോഗിച്ച് ഇങ്ങനെയുള്ള നേതാക്കൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഈ ബൽറാമൊക്കെ സഖാബ് AKGയെ കുറിച്ച് പോലും പറഞ്ഞ വാചകങ്ങൾ ഓർമ്മയില്ലേ? ഇന്ന് വരെ AKG അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട്. കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല? തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അന്ത്യ നാളുകളിൽ കിടക്കുമ്പോ അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. KR ഗൗരിയമ്മയെ കുറിച്ച് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ മുദ്രാവാക്യങ്ങൾ അങ്ങനെയാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ആ AKGയെ കുറിച്ച് ഈ VT ബൽറാം ഇട്ട പോസ്റ്റ് എന്താ? എത്ര അശ്ലീലം നിറഞ്ഞ ഒന്നായിരുന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ തള്ളി പറയാൻ തയ്യാറായോ? ഇവിടെ ഇപ്പൊ ജോർജ് പടിപ്പാറ നടത്തുന്ന ന്യായം എന്താ? പരാതികളില്ല. ജോർജ് പടിപ്പാറ നമ്മൾ സത്യം പറയണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്തു എന്ന് പറയുന്നത് ആരാ? തനിക്ക് പിതൃസമാനനായിട്ടുള്ള, തിരിച്ച് VD സതീശൻ മകളെ പോലെ കരുതുന്ന പറവൂർക്കാരിയായ സതീശന്റെ അയൽപക്കത്തുള്ള കോൺഗ്രസിന്റെ പരമ്പരാഗത അനുഭാവ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവ നടി, അവർ പഴയ മാധ്യമപ്രവർത്തക കൂടിയാണ്. അവര് പറയുന്നു, ഞാൻ 3 വർഷം മുമ്പ് VD സതീശന് പരാതി കൊടുത്തതാണ് എന്നാ അവര് പറയുകയല്ലേ? പരാതി കൊടുത്തിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിലും അവിടെ കൊടുത്തതല്ലേ? എന്നിട്ട് VD സതീശൻ എന്ത് ചെയ്തു? എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? നേരത്തെ അജിംഷാദ് പറഞ്ഞു, എന്നോട് ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു പരാതി കിട്ടിയ കാര്യം VD സതീശൻ പോലും പറഞ്ഞിട്ടില്ല. VD സതീശന്റെ അരുമയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് VP മുസ്തഫ ചോദിച്ച കാര്യങ്ങൾ അവിടെയാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ശ്രീ NK അബ്ദുൽ അസീസ്, ഇവിടെ നോക്കൂ, ഖുറാനിലെ അറായി തല്ലതി എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. അതിൽ മതനിഷേധികൾ ആരാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ അനാഥരെ സംരക്ഷിക്കാത്തവരും അഗതികളെ സംരക്ഷിക്കാത്തവരും അവർക്ക് ഭക്ഷണം നൽകാത്തവരും ഒക്കെയാണെന്നാണ്. ഇവിടെ ദുരിതബാധിതർക്കുള്ള ഫണ്ട് കൈയിട്ട് വാരുന്നവർക്ക് മുസ്ലിം ലീഗിൽ ഒരു പ്രശ്നവുമില്ല. നിരവധി പള്ളികളുടെ കാളിയായി തുടരുന്ന ആൾ തന്നെ നേതാവായുള്ള ഒരു പാർട്ടിയിൽ ഇത് കേവലമായ ഒരു ധാർമ്മിക പ്രശ്നം കൂടിയല്ല, അവരുടെ മതവിശ്വാസത്തിന് കൂടി പ്രശ്നമുള്ള വിഷയങ്ങളിലേക്കാണ് PK ഫിറോസ് അടക്കമുള്ളവർ പോകുന്നത്. വീട്ടിലെ മയക്കുമരുന്ന് വിഷയം അത് പുറം സമൂഹത്തോട് എത്തിച്ചിട്ടില്ല. അഴിമതിയെ എങ്ങനെയാണ് എതിർക്കേണ്ടത് എന്ന് പ്രവാചക വചനങ്ങൾ നിരവധിയുണ്ട്. എന്നിട്ടും അതേ വിശ്വാസം മുറുകെ പിടിക്കുന്നവർ കേൾക്കുന്നില്ല. അപ്പോൾ വോട്ടിനും ജനങ്ങളെ കൂട്ടാനും വേണ്ടി മാത്രമേ ഈ വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്നുമില്ല. അത് ഏത് ഘട്ടത്തിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നോക്കിയാലും മനസ്സിലാവും. PK ഫിറോസുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളും ഉയർത്തുന്നത് അത് തന്നെയല്ലേ ശ്രീ NK? തീർച്ചയായിട്ടും അജിംഷാദെ, നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. മുസ്ലിം ലീഗിന് അഴിമതിയോ കള്ളപ്പണമോ കൊള്ളയോ യതീം കുട്ടികളുടെ പണമപഹരിക്കലോ പാവപ്പെട്ട ആളുകളുടെ സ്വത്ത് കൈയടക്കലോ ഒന്നുമല്ല വിഷയം. അവർക്ക് അവരുടെ രാഷ്ട്രീയം വളർത്തുക എന്നത് മാത്രമാണ്. എന്നാൽ ലീഗ് പ്രതിസന്ധിയിലാവുന്ന കാലത്ത് ഖുറാനെ അവർ ഉപയോഗിക്കാറുണ്ട്. ലീഗ് പ്രതിസന്ധിയിലാവുന്ന കാലത്ത് പ്രവാചക വചനങ്ങളെ അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രതിസന്ധിയിലാവുന്ന കാലത്താണ് പല കഴിഞ്ഞകാല മുസ്ലിം ലീഗ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് പ്രവാചകന്മാർ നേരിട്ട പ്രതിസന്ധിയാണ്. ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹവും മതവിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അത് പൊതുസമൂഹത്തിൽ വലിയ തോതിൽ വിവാദമുണ്ടാകുമ്പോൾ ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പ്രവാചകന്മാർ നേരിട്ട പ്രതിസന്ധിയാണ് എന്നതാണ്. അതാണ് കഴിഞ്ഞ കാലത്തെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട്ടിൽ ഭൂമി തട്ടിപ്പ് നമ്മൾ അറിഞ്ഞല്ലോ. 115 ആളുകൾ ഗവൺമെൻറ്റിൽ നിന്നും വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി കൊടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന പണം വാങ്ങി അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കി. ഈ 115 ആളുകൾക്ക് ലീഗ് വീട് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീട് കൊടുക്കുമോ? അവർ താൽക്കാലികമായി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അവിടെ ചില പ്രവർത്തനങ്ങൾ നടത്തി എന്ന് നമുക്കറിയാം. പക്ഷേ നിയമപരമായി അവർക്ക് വീട് കൊടുക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചെടുക്കുകയും വീട് വെക്കാൻ ആവശ്യമായ നിയമപരമായി അനുകൂല സാഹചര്യമുള്ള ഭൂമി വാങ്ങാതിരിക്കുകയും ചുളുവിലക്ക് വാങ്ങുകയും 1,22,000 എന്ന് വില കാണിക്കുകയും
അവശേഷിക്കുന്ന തുക മുഴുവൻ തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തതിന് ശേഷം ഇത് പുറത്തു വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഭൂമി നിങ്ങളാ പറയുന്ന തരത്തിലുള്ള ഭൂമിയൊന്നുമല്ല. എന്താണ് നിയമപരമായി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭൂമി ഉണ്ടല്ലോ, ഇത്രയും വിലയില്ലാത്ത ഭൂമി, അത് വാങ്ങാതിരിക്കുകയും ഈ തരത്തിൽ ആക്ഷേപത്തിന് വിധേയരാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് കാലാകാലമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗ് നേതാക്കന്മാർ ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അഴിമതി കാണിക്കുക എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത, നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? മുസ്ലിം ലീഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് MC കമറുദ്ദീൻ എന്ന് പറയുന്ന കാസർകോട്ടെ MLA കോടിക്കണക്കിന് ഉറുപ്പിക സാധാരണക്കാരിൽ നിന്നും കച്ചവടത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് അത് അടിച്ചു മാറ്റിയതിൻ്റെയും ആ സ്ഥാപനം പൂട്ടിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെയും ആ പാവപ്പെട്ട ആളുകൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ സ്വന്തം കൈക്കുഞ്ഞുമായി വന്നുകൊണ്ട് എനിക്ക് കോമ്പൻസേഷനായി കിട്ടിയ തുകയാണ് ഞാൻ നിക്ഷേപിച്ചത്, അവിടെയാണ് ഞാൻ വലിയ പ്രതിസന്ധിയിലായിട്ടുള്ളത്, ഞാനിപ്പോൾ പൊതുനിരത്തിലായിപ്പോയി, എനിക്ക് കയറിക്കിടക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആത്മീയ നേതാക്കന്മാർ അവരെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ച് നിങ്ങൾക്ക് ഈ പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞല്ലോ. പരിഹാരമുണ്ടായോ? വർഷം 6 കഴിഞ്ഞു, ഇന്നുവരെ പരിഹാരമുണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കാസർകോട്ടുകാരൻ പണക്കാട്ട് പോയി ഞാൻ ഇടപെടുന്നത്. ശ്രീ പൊടിപ്പാറ, ഒരു മിനിറ്റിൽ താഴെ താങ്കൾ പറയണം. കാരണം ഇവിടെ ഈ ഗുജറാത്ത് ഫണ്ട് തട്ടിപ്പ് മുതൽ, പാവങ്ങൾ പിച്ച് ചീന്തപ്പെട്ട ഗുജറാത്ത് ഫണ്ട് തട്ടിപ്പ് മുതലുള്ള കാര്യങ്ങളെ അക്കമിട്ട് ഒറ്റ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൊടിപ്പാറ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നടപടി ഒക്കെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ. ഞാൻ പറയുന്നു, ഇനി 10 സ്ത്രീകൾ പരാതി കൊടുത്തു എന്ന് വിചാരിക്കുക, പരാതി കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള നടപടി ഇല്ലാത്തതെന്ന് പറയും. 10 സ്ത്രീകൾ ഒരുമിച്ച് പരാതി കൊടുത്തു എന്ന് വിചാരിക്കുക, എന്നാൽ പോലും നടപടി ഉണ്ടാവില്ല. കാരണം എന്തെന്നാൽ ഈ പറയുന്ന രാഹുൽ മാൻകൂട്ടവും ഷാഫി പറമ്പിലും VD സതീശനും ഉൾപ്പെടെയുള്ളവർ നേരത്തെ അവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി വന്നാൽ ആ നടപടിയിലൂടെ തകർന്നു വീഴുന്നത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പടുത്തുയർത്തിയ വലിയ കൊത്തളങ്ങളായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നടപടിയിലേക്ക് പോകാത്തത്. എന്തെങ്കിലും എതിര് പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജോർജ് പൊടിപ്പാറ പറയട്ടെ. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ വിഷയം. ശ്രീ പൊടിപ്പാറ, 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. താങ്കളോട് ഞാൻ ചോദിക്കുന്നു, ഈ ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്നാണ്. ലീഗിലെ ഓരോ കാര്യങ്ങൾ, ഗുജറാത്ത് ഫണ്ട് മുതലുള്ള തട്ടിപ്പുകളുടെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ശ്രീ NK അബ്ദുൽ അസീസ് പറഞ്ഞു. ഇവിടെ നോക്കൂ, പൊതിച്ചോറ് ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ, പൊതിച്ചോറ് പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് പിന്നിൽ അനാശാസ്യം ഉണ്ടെന്ന് പറഞ്ഞ ഒരു മഹാനാണ് ഇന്ന് അനാശാസ്യവും അശ്ലീലവും നടത്തി ഈ ഓണത്തിന് പുറത്തിറങ്ങാതിരിക്കുന്നത്. പക്ഷേ ആ DYFIക്കാർ ഇന്നലെ ഓണത്തിനും പൊതിച്ചോറിന് പകരം ഓണസദ്യ വിളമ്പി. അത് നാം കാണണം. അതപ്പോൾ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ DNA ആണ് പ്രശ്നം UDFൻ്റേത്. അങ്ങനെ സംശയിച്ച തെറ്റുണ്ടോ ശ്രീ പൊടിപ്പാറ? അതിന് ഈ ചാനലിലിരുന്ന് കൈരളിയിൽ ഏത് ചാനലിലിരുന്നും പറയും. അതാണ് നിങ്ങൾ അങ്ങനെ ഇടപെടല്ലേ, അങ്ങനെ ഇടപെടാനാണെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. അത് പറയാൻ താങ്കൾക്കല്ല അവകാശമുണ്ട്, താങ്കൾ പറയുന്നത് തെറ്റില്ല. പക്ഷെ അതിന് മറുവശം പറയുമ്പോൾ അതൊക്കെ വേണ്ടാതീനാണെന്ന് പറയരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആദ്യം പറഞ്ഞ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. കൃത്യമായിട്ട് അതും കേരളത്തിലെ പ്രധാനപ്പെട്ട 2-3 ചാനലുകളിലിരുന്ന് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രതികൂട്ടിലാക്കിയില്ല, താങ്കളോട് ഞാൻ ചോദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പ്രതികൂട്ടിലാവുകയില്ല. ഇല്ല, താങ്കളെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്തതും കണ്ടതും ചോദിച്ചതും. ഞാൻ താങ്കളോട് പറയുന്നത് അതാണ്, താങ്കൾക്ക് ഇതൊക്കെ പറയാൻ അവകാശമുണ്ട്. മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ന്യായങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളൊരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ 2 തരം മാനദണ്ഡങ്ങളില്ല, ഇരട്ടത്താപ്പുകളില്ല. CPM രവിയുടെ കാര്യത്തിലും മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും പാലോട് രവിക്ക് ഒരു ന്യായം, താങ്കൾ ഈ പറഞ്ഞതുപോലെ മറ്റേ നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്ക് ഒരു ന്യായം, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുവനന്തപുരത്തെ മുൻ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനൊരു ന്യായം. ഈ രീതിയിൽ ന്യായങ്ങളെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ന്യായങ്ങൾ എല്ലാവർക്കും കുറ്റകൃത്യത്തെയും രണ്ടായി കാണണമെന്നേ പറഞ്ഞുള്ളൂ. അത് ആര് ചെയ്താലും പൂവാല പ്രവൃത്തിയെ കാണുന്ന പോലെ അല്ല. നമ്മൾ ട്രിഫിൾ എന്ന് പറയും നിയമപരമായി, ട്രിഫിൾ അതല്ല അവിടെ, അതല്ല അങ്ങനെയല്ല ഗൗരവമായ ഒഫൻസ് എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പൊടിപ്പാറ അതിനോട് ആദ്യഘട്ടത്തിൽ യോജിക്കുകയും ചെയ്തു.
PK ശശിക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തു. എന്തുകൊണ്ട് അയാളെ ഇപ്പോഴും KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത്? തീർച്ചയായും അതൊക്കെയുള്ള രാഷ്ട്രീയ മറുപടി ശ്രീ VPP മുസ്തഫ പറയട്ടെ. ശ്രീ VP മുസ്തഫ ഒരു മിനിറ്റിൽ താഴെ അല്ല, ഞാൻ പറഞ്ഞതാണ് പൂവാല പ്രവൃത്തിയെയും ഈ കുറ്റകൃത്യത്തിന് രണ്ടായി കാണണം, അതിനെ ഒന്നാക്കരുത്, അതിന് പാലമില്ല. 17 വയസ്സുള്ള ഒരു മന്ത്രിയുടെ പഞ്ചാരടിയെ പൂവാലപ്പണി എന്നൊന്നും പറയല്ലേ? ആ പ്രായമൊന്നും ഇല്ലല്ലോ അത്തരം പ്രവൃത്തികൾക്ക്. ശ്രീ VPP. അല്ല, ഞാൻ അക്കാര്യത്തിലൊന്നും ഒരു തർക്കത്തിലുമില്ല. ജോർജ് പടിപ്പാറ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാം, ഇപ്പോ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം വന്നു. UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടത്തി. UDF ഭരണത്തിൽ, ഉമ്മൻചാണ്ടി ഭരണത്തിൽ. എന്നിട്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കി. പക്ഷെ ഞങ്ങൾ 7 വർഷം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടിയുടെ ഒരു ചുമതലയും അദ്ദേഹത്തെ നൽകിയിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ആ കേസ് തള്ളിപ്പോയതിനു ശേഷം മാത്രമേ അദ്ദേഹം തിരികെ പാർട്ടിയുടെ ചുമതലകളിലേക്ക്. ഒറ്റ കാര്യം കൂടി, ഇവരെല്ലാം കൂടി ഈ പറയുന്ന UDFന്റെ യുവ നേതാക്കളെ മുന്നിൽ നിർത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ വിക്കറ്റുകൾ വീഴ്ത്തും. ഇതായിരുന്നല്ലോ പ്രഖ്യാപനം. ഇപ്പൊ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നത് എവിടെയാ? അതേ ഞാൻ പറയുന്നുള്ളൂ. ഞങ്ങളുടെ വിക്കറ്റുകൾ, LDFന്റെ വിക്കറ്റുകൾ വീഴ്ത്തും എന്നാണ് 2016 ഒക്ടോബറിൽ VT ബൽറാം എഴുതി തുടങ്ങിയത്. ഇപ്പൊ VT ബൽറാം ഉൾപ്പെടെയുള്ളവരുടെ സ്വന്തം വിക്കറ്റുകളാണ്. അത്രേ ഉള്ളൂ. ഔട്ടാകും പലരും നന്നായി ബാറ്റ് ചെയ്യാൻ അറിയാത്തവരത്. ഇപ്പോൾ കഷ്ടകാലമാണെന്നേ ഉള്ളൂ, ഇനി ഭാവിയിൽ നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും ഒറ്റക്കാര്യം ചൊല്ലിക്കൊടുത്തോ തല്ലിക്കൊടുത്തോ നന്നാക്കുക, അത് UDFന് കൂടി നല്ലതാണ്. അത് എല്ലാ അർത്ഥത്തിലും ഈ യുവജനം നേരിടുന്ന പ്രശ്നങ്ങളോടുള്ള പ്രതികരണം ആ അർത്ഥത്തിൽ ക്രിയാത്മകമാകണം എന്ന് കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ഒക്കെ തന്നെയാണ് പറയാനുള്ളത്. ചർച്ച ക്രോഡീകരിക്കുമ്പോൾ ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.